Good morning, students. Plus 1 മാത്തമാറ്റിക്സിൽ ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റ്സിൽ പാർട്ട് 5 ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേഷൻസ്? നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഓപ്പറേഷൻസ് ഓൺ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് തന്നെ നമ്മൾ പറയുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് പറയുന്നത്. ഇത് ഓപ്പറേഷൻ ഓൺ നമ്പേഴ്സ് എന്ന് പറയാം. അതുപോലെ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു സെറ്റ് എടുക്കുകയാണ്, എയും ബിയും രണ്ട് സെറ്റ് എടുത്തു. അപ്പോൾ ഇത് നമുക്കറിയാം, രണ്ട് നമ്പേഴ്സ് ഇപ്പോൾ അഡീഷൻ ഉപയോഗിക്കണമെങ്കിൽ രണ്ട് നമ്പേഴ്സ് വേണം. സബ്ട്രാക്ഷൻ ആയാലും ഏറ്റവും കുറഞ്ഞത് രണ്ട് നമ്പേഴ്സ് വേണം. മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും എല്ലാം ഏറ്റവും കുറഞ്ഞ രണ്ട് നമ്പേഴ്സ് വേണം. അതുപോലാണ് നമുക്ക് രണ്ട് സെറ്റിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 2 സെറ്റ്സ് വേണം. അപ്പോൾ നമുക്ക് എയും ബിയും വന്നു. അപ്പോൾ ഈ എയും ബിയിലും ഏതെല്ലാം ഓപ്പറേഷൻസ് കൊടുക്കാം? ഇപ്പോൾ നമ്മൾ 6ഉം 4ഉം എടുക്കുകയാണെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് പറയുന്ന 4 ഓപ്പറേഷൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ ഞാൻ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യുകയാണ്, എയും ബിയും. ഇവിടെ ഞാൻ അതുപോലെ ഞാൻ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യുകയാണ്, എയും ബിയും. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഓപ്പറേഷൻസ് കൊടുക്കുക? ഞാൻ ഒന്നാമത് പറയുന്നത് എയും ബിയുടെ ഒരുമിച്ച് എഴുതണം. ഒരു എക്സാമ്പിൾ പറയുന്നത് എയും ബിയും ഒരുമിച്ച് എഴുതുകയാണ്. ഫോം എ സെറ്റ് വിത്ത് ഓൾ ദി എലിമെൻറ്റ്സ് ഇൻ എ ആൻഡ് ബി വിത്തൗട്ട് റെപ്പറ്റീഷൻ. നമ്മൾ ഒരുമിച്ച് എഴുതുമ്പം വിത്തൗട്ട് റെപ്പറ്റീഷൻ 2, 4, 6, 8, 10, 12 എന്ന് പറയാം. അപ്പോൾ ഈ എയും ബിയിലെ എലമെൻസിനെ ഒരുമിച്ച് എഴുതുന്നു വിത്തൗട്ട് റിപ്പറ്റീഷൻ. കാരണം റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു പ്രാവശ്യം എഴുതാം. നമുക്കറിയാം ഇവിടെ എയിലും ബിയിലും 6, 8 എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പം നമുക്ക് എഴുതാം 2, 4, 6, 8, 10, 12 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ട് സെറ്റിലെ എലമെൻറ്റ്സ്, രണ്ട് സെറ്റ് എടുക്കുന്നു, അതിൻ്റെ എലമെൻസിനെ ഒരുമിച്ച് എഴുതുക. അങ്ങനെ എഴുതുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷനെ പറയുന്ന പേരാണ്, നമ്മൾ ഒന്നാമത് പഠിക്കുന്ന ഓപ്പറേഷൻ അത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളിലൊന്ന് ഇത് തന്നെയാണ്. ആകെ നമ്മൾ പഠിക്കുന്ന 3 ഓപ്പറേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നതാണ്. ഇതിനെ ഇങ്ങനെ എഴുതാം, ദ യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറയും. ദ യൂണിയൻ, യു എന്ന് പറയുന്ന ആ ചിഹ്നം കൊണ്ടാണ് ഇത്. യു എന്ന് പറയുന്ന ചിഹ്നമാണ്, യഥാർത്ഥത്തിൽ യു അല്ല, യൂണിയൻ്റെ ആ സിമ്പലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ നമുക്ക് എ യൂണിയൻ ബി എന്ന് പറയാൻ പറ്റും. എ യൂണിയൻ ബി, ഇതിൻ്റെ യൂണിയന് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എ യൂണിയൻ ബി. ഇത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ യൂണിയൻ ബി. അപ്പോൾ എ ബി രണ്ട് സെറ്റായാൽ എ യൂണിയൻ ബിയിലെ എലമെൻസിനെയാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സെറ്റ് 2, 4, 6, 8, 10, 12 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് എടുത്താൽ ഒന്നെങ്കിൽ എയിലായിരിക്കും, അത് ബിയിലായിരിക്കും. എയിലോ ബിയിലോ അല്ലാത്ത എലമെൻറ്റ്സ് വരുത്തതുമില്ല. അതുപോലെ ഈ രണ്ട് എലമെൻറ്റ്സും യഥാർത്ഥം ഇങ്ങനെയും പറയാം, ഈ രണ്ട് സെറ്റിലെ എലമെൻറ്റ്സിനെ ഒരുമിച്ച് എഴുതുക, അതാണ് എ യൂണിയൻ ബി എന്ന് പറയാം. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ പറയാം? ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ആ എക്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞു, എ യൂണിയൻ ബിയിലെ പോലെ എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പം 4 എടുത്തു, അതെവിടെ ഉണ്ട്? അത് എയിലുണ്ട്. 12 എടുത്തു, അത് എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അപ്പോൾ എയിൽ അല്ലെങ്കിൽ ബിയിൽ കാണും, ഇല്ലയോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി എന്ന് പറയാം. എന്ന് വെച്ചാൽ എക്സ് ഒന്നെങ്കിൽ എയിലായിരിക്കും അല്ലെങ്കിൽ എക്സ് ബിയിലായിരിക്കും എന്ന് പറയാം. ആൻഡ് പറയരുത്. എക്സ് ഞാൻ ഇത്ര കൊടുത്താൽ മതി. ഈ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് പറയാം, എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് ഒന്നെങ്കിൽ എയിലായിരിക്കും അല്ലെങ്കിൽ ബിയിലായിരിക്കും എന്ന് പറയണം. ഇനി ഇതിൻ്റെ വെൻ ഡയഗ്രം എങ്ങനെ പറയാം? വെൻ ഡയഗ്രം നേരത്തെ പറഞ്ഞാൽ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന റെക്റ്റാങ്കിൾ, അത് യു എന്ന് പറയാം. അതിനുശേഷം അതിനകത്ത് വരുന്ന സെറ്റിനെ നമ്മൾ എയും ബിയും എടുക്കുകയാണ്. ഇത് എ എന്ന് പറയുന്ന സെറ്റാണ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റാണ്. ഇപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എങ്ങനെ ഷെയ്ഡ് ചെയ്യണം? എയിലും ബിയിലും ഒരുമിച്ച് റിപ്പീറ്റ് ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് എ യൂണിയൻ ബിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെൻ ഡയഗ്രം. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ്. കാരണം
എ ഇത്രയാണ്, ബി ഇതാണ്, രണ്ടും ഒരുമിച്ച് വരുന്നത് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മതി, ഒരുമിച്ച് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്കൊരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് എ യൂണിയൻ ബിൻ്റെ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. എ യൂണിയൻ ബിയെ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ ഇത്രയും ഓർത്ത് യൂണിയൻ ഓഫ് സെറ്റ്സ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, ദ സെറ്റ് ഓഫ് ആൾ എലമെൻറ്റ്സ് ഇൻ എ ഓർ ബി എ എന്നാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയാം. ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതാം, ഓപ്പറേഷൻസ് ഓഫ് സെറ്റ് എന്നാണ്. അപ്പോൾ ഓപ്പറേഷൻ സെറ്റ് നമുക്ക് പറയാം ഒന്നാമത്തെ യൂണിയൻ ഓഫ് സെറ്റാണ്. നോട്ട് എഴുതുമ്പോൾ എഴുതേണ്ടതാണ്. നേരത്തെ ഞാൻ എൻ്റെ എക്സാമ്പിൾസാണ് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഈ നേരത്തെ വീഡിയോയിൽ പറഞ്ഞാണ്, ഈ ബൗണ്ടറി ഉള്ളത് മാത്രമാണ് നോട്ട് എഴുതിയെടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാം യൂണിയൻ? നമുക്കിങ്ങനെ പറയാം, ദ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഇസ് നോട്ടഡ് ബൈ എ യൂണിയൻ ബി ആൻഡ് ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ആൾ ദോസ് എലമെൻറ്റ്സ് ഈച്ച് വൺ ഓഫ് വിച്ച് ഈസ് എയ്തർ ഇൻ എ ഓർ ബി ഓർ ബോത്ത് എ ആൻഡ് ബി. നമുക്ക് രണ്ടും പറയാം, എ ആൻഡ് എയിലും ബിയിലും എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ബോത്ത് എയിലും ബിയിലും വരുന്ന എല്ലാ എലമെൻറ്റ്സും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എ യൂണിയൻ ബിയെ പറയാവുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമൊക്കെ നമുക്ക് എഴുതാം. സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. എയിലോ ബിയിൽ ഈ സെറ്റ് ബിൽഡർ ഫോം എഴുതുന്നത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഓർ വന്നെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ്, എ യൂണിയൻ ബിൻ്റെ ഒരു എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അത് എയിലോ അല്ലെങ്കിൽ ബിയിലോ കാണും. ഇനി എൻ്റെ വെൻ ഡയഗ്രം നോക്കുക. വെൻ ഡയഗ്രം നമുക്കിങ്ങനെ പറയാം, വേറെ എക്സാമ്പിൾ എടുത്ത് കാണിച്ചേക്കുവാണ്. ഉണ്ടോ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇത്രയും ഭാഗമാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എയും ബിയും രണ്ട് സെറ്റ് എടുക്കുന്നു. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഈ രണ്ട് എലമെൻറ്റ്സിൻ്റെ ഒരുമിച്ച് എഴുതിയാൽ മതി. സെറ്റ് 1 2 3 4 5 6 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ആ നോട്ട്സ് എഴുതുമ്പോൾ യൂണിയനെ കുറിച്ച് എഴുതുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു, സെറ്റ് ബിൽഡർ ഫോം പറഞ്ഞു, വെൻ ഡയഗ്രം പറഞ്ഞു, പിന്നെ അതിനൊരു എക്സാമ്പിൾ കൊടുത്തു. ഇനി ഞാൻ ഒന്ന് രണ്ട് സെറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ചില ഓപ്പറേഷൻസ് നോക്കുകയാണ്. let u is equal to set 1 2 3 4 5 6 7 8 9 10 12 11 12. എ എന്ന് പറയുന്നത് 2 4 6 8 ആണ്, ബി എന്ന് പറയുന്നത് 6 8 10 12 ആണ്, സി എന്ന് പറയുന്നത് 1 3 5 8 12 ആണ്. ഞാൻ ചില ഓപ്പറേഷൻസ് ചില ഈ യൂണിയൻ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്കറിയാം, എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ പറ്റും. ഈ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, എയിലെയും ബിയിലെയും എലമെൻറ്റ്സിനെ ഒന്ന് യൂണിയൻ എടുക്കുക, ഒരുമിച്ച് എഴുതുക. അത് നമുക്ക് നോക്കി എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇനിയോ ബി യൂണിയനെ കണ്ടുപിടിക്കുക. ബി യൂണിയനെ അതും അതേ വരത്തുള്ളൂ. അപ്പം തിരിച്ചെടുത്താൽ മതി. ബി യൂണിയൻ എന്ന് പറയുന്നത് ബിയിലും എയിലും വരുന്നത് തന്നെയാണ്. അതും എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലും ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലും നമ്മൾ എയിലെയും ബിയിലെയും എലമെൻറ്റ്സിനെ ഒരുമിച്ച് എഴുതുകയെന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ എ യൂണിയൻ ബി എന്ന് കണ്ടുപിടിക്കുമ്പോഴും ബി യൂണിയൻ എ കണ്ടുപിടിക്കുമ്പോഴും ഒരേ ആൻസറാണ് വരുന്നത്. നമുക്കറിയാം, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക. 1 + 2 = 3 ആണ്. 2 + 1 3 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 4 8 ആണ്. 4 × 2 8 ആണ്. അപ്പം നമുക്കവിടെ തിരിച്ചും മറിച്ചും ചെയ്യുമ്പോൾ ഒരേ ആൻസർ വരികയാണെങ്കിൽ, ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം രണ്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരേ ആൻസർ വരുന്നെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. കമ്മ്യൂട്ടേറ്റീവ് ലാ എന്നോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയാം. ഇവിടെ അത് തന്നെയാണ്. എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും ഈക്വലാണ് ശരിയല്ലയോ? എങ്കിൽ നമുക്ക് പറയാം യൂണിയൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. യൂണിയൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയാം. അതാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടണം. ഇപ്പം എല്ലാം അങ്ങനെ വരണമെന്നില്ല. ഇപ്പം ഞാൻ നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ എടുത്ത് നോക്കുക. 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. പക്ഷേ 1 - 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ സെയിം ആണോ? അല്ല. അപ്പോൾ അവിടെ ആ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. അങ്ങനെ എല്ലാ ഓപ്പറേഷനും കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നില്ല. നമ്മുടെ സെറ്റിലെ നമ്മൾ ആദ്യം പഠിക്കുന്ന യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതിന് കാരണം മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു എക്സാമ്പിൾ. ഈ എ യൂണിയൻ ബിയെ ഞാൻ സിയുമായിട്ടൊരു യൂണിയൻ എടുക്കുന്നു. അപ്പോൾ എ യൂണിയൻ ബി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, ഇതല്ലയോ? ശരിയാണല്ലോ. അത് സിയുമായിട്ട് എടുക്കുക വെച്ചാൽ ഈ രണ്ട് സെറ്റോട് ഒരുമിച്ച് എഴുതിയാൽ മതി. അപ്പോൾ 1 2 3 അപ്പോൾ നമുക്ക് അറിയാം. ഇവിടെ വരുന്ന ഓർഡറിൽ തന്നെ എഴുതാം. 1 ഇവിടെ 2 3 4 5 6 8 10 12 ഇല്ലയോ? 9 11 ഒഴിച്ച് എല്ലാം വരുന്നുണ്ട്. യുവിലെ എല്ലാ എലമെൻസും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത് എ യൂണിയൻ ബി കണ്ടുപിടിച്ചിട്ട് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ആദ്യം ഏതാ? എ യൂണിയൻ ബി. ആ എ യൂണിയൻ ബി കണ്ടുപിടിച്ചതിന് ശേഷം യൂണിയൻ സി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചോദിക്കുവാണെങ്കിൽ എ യൂണിയൻ ബി യൂണിയൻ സി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ആദ്യം കണ്ടുപിടിക്കണം എ യൂണിയൻ ബി.
ആ കിട്ടുന്ന ആ സെറ്റിനെ അടുത്ത സെറ്റുമായിട്ട് എന്ത് ചെയ്യുക, ഏതാണോ പറയുന്നത് ആ സെറ്റുമായിട്ട് യൂണിയൻ എടുക്കുക. നെക്സ്റ്റ് അടുത്ത നോക്കൂ, ഞാൻ ബി യൂണിയൻ സി കണ്ടുപിടിക്കുന്നത്. ബി യൂണിയൻ സി, അതായത് ബിയും സിയും തമ്മിലുള്ള യൂണിയൻ കണ്ടുപിടിക്കും. അത് നമുക്കിത് നോക്കി നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യമാണ്. എന്നിട്ട് അതിന് എയുമായിട്ട് യൂണിയൻ കണ്ടുപിടിക്കും. ഉണ്ടോ, ബി യൂണിയൻ ആദ്യം കണ്ടുപിടിച്ചിട്ട് എയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യൂണിയൻ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്നിലധികം സെറ്റ്, രണ്ടിലധികം സെറ്റ് വരികയാണെങ്കിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ആദ്യമേ കണ്ടുപിടിക്കാറുണ്ട്. ഇവിടെ ഞാൻ എ യൂണിയൻ ബി യൂണിയൻ സി, അപ്പോൾ എ യൂണിയൻ ബി ഇവിടെ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അത് സിയുമായിട്ട് യൂണിയൻ എടുത്ത് അടുത്ത് ഞാൻ കണ്ടുപിടിച്ച് എ യൂണിയൻ ബി യൂണിയൻ സി. ഇപ്പം ബി യൂണിയൻ സി ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല, ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് എ യു ആയിട്ട് യൂണിയൻ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ രണ്ട് സെറ്റിനും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഓക്കെ, 1 2 3 4 5 6 ഇല്ലേ, 8 10 12 തന്നെ ഇല്ലയോ? അപ്പോൾ നമുക്കെന്ത് പറയാം, ഈ രണ്ട് സെറ്റും ഈക്വലാണ്. ഇതുണ്ട് ഒരേപോലെ തന്നെ ഒന്ന് എടുത്തേക്കുന്നതല്ലേ. ഇവിടെ ആദ്യം എയും ബിയുമായിട്ട് യൂണിയൻ എടുത്തിട്ട് സി ആയിട്ട് എടുത്തത്, ഇവിടെ ബി സിയുമായിട്ട് യൂണിയൻ എടുത്തതിന് ശേഷം എ യു ആയിട്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ 3 സെറ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇതേപോലെ ഈക്വലായിട്ട് വരികയാണെങ്കിൽ ആ ലോയ്ക്ക് നമ്മളൊരു പേര് പറയും അസോസിയേറ്റീവ് ലോ എന്ന് പറയും. അസോസിയേറ്റീവ് കണ്ടോ. അപ്പോൾ നമ്മളിനി അസോസിയേറ്റീവ് ആണെന്ന് നോക്കാം. 2-3 സെറ്റ് വന്നിട്ട് അസോസിയേറ്റീവ് ആണെന്ന് നോക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. എ യൂണിയൻ ബി യൂണിയൻ സി is equal to എ യൂണിയൻ ബി യൂണിയൻ സി. ഇത് വായിക്കുന്നത് ശ്രദ്ധിക്കണം, ഈ ബ്രാക്കറ്റുള്ള നമ്മൾ സ്പീഡിൽ പറയണം. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയാം. അതായത് എ യൂണിയൻ ബി യൂണിയൻ സി, എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു റീഡിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റുള്ള സ്പീഡിൽ പറയുക എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ ആ ലോയ്ക്ക് പറയുന്നവരാണ് അസോസിയേറ്റീവ് എന്ന് പറയാം. ഞാൻ അടുത്ത ഇതേ എക്സാമ്പിൾ ഉപയോഗിച്ച് ഞാൻ എ യൂണിയൻ എ കണ്ടുപിടിച്ച് എയിലെ എലമെൻറ്റ്സ് എയുമായിട്ട് തന്നെ ഞാൻ യൂണിയൻ എടുക്കുക. നമുക്കറിയാം എയിലെ എലമെൻറ്റ്സ് എയുമായിട്ട് തന്നെ എടുത്താൽ എ തന്നെ ആയിരിക്കും, റിപ്പീറ്റ് ചെയ്ത് വരില്ലയോ. റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ എ യൂണിയൻ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, എ എന്ന് പറയാം. ഇതിന് നമ്മളിപ്പോൾ ഓരോ എലമെൻറ്റ് അതിനോട് തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പം 1 + 1 2 + 2 അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഓരോ എലമെൻറ്റ് അതിനോട് തന്നെ ഓപ്പറേറ്റ് ചെയ്യുക. ഏത് ഓപ്പറേഷൻ വന്നോട്ടെ, ഇപ്പോൾ അഡീഷനായാലും സബ്ട്രാക്ഷനായാലും മൾട്ടിപ്ലിക്കേഷനായാലും ഈ നമ്പേഴ്സിൻ്റെ കേസിൽ അത് ഏതായാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഞാൻ യൂണിയൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ എ സെറ്റാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എ യൂണിയൻ എ എന്നെടുത്താൽ എ വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു സെറ്റ് അതിനോട് തന്നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ സെറ്റ് തന്നെ കിട്ടുകയാണെങ്കിൽ ഇതിന് ഐഡംപൊട്ടൻറ്റ് ലോ എന്നാണ് പറയുന്നത്. ഐഡംപൊട്ടൻറ്റ്. അപ്പോൾ ഇനിയെല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓപ്പറേഷൻ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഇത്ര നോക്കിയാൽ മതി. ഐഡംപൊട്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചെങ്കിൽ ഇത്ര എ യൂണിയൻ എ is equal to എ എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സെറ്റിനെ അതിനോട് തന്നെ ഓപ്പറേറ്റ് ചെയ്താൽ അത് തന്നെ കിട്ടുകയാണെങ്കിൽ അത് ആ ഓപ്പറേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഐഡംപൊട്ടൻറ്റ് എന്ന് പറയാം. അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന യൂണിയനാണ് എ യൂണിയൻ എ. കണ്ടോ, ഒരു സെറ്റ് അതിനോട് തന്നെ യൂണിയൻ എടുക്കുമ്പോൾ ആ സെറ്റ് തന്നെ കിട്ടുന്ന ആ എക്സാമ്പിൾ കൂടി പറഞ്ഞുകൂടായോ. അപ്പോൾ നമുക്ക് പറയാം യൂണിയൻ ഈസ് ഐഡംപൊട്ടൻറ്റ് എന്ന് പറയാം. യൂണിയൻ അതുപോലെ യു യൂണിയൻ എ എന്നെടുക്കുന്നു എന്നുവെച്ചാൽ യൂണിവേഴ്സൽ സെറ്റും അതിൻ്റെ സബ്സെറ്റായ എയുമായിട്ട് നമ്മൾ യൂണിയൻ എടുത്താൽ എന്തായിരിക്കും, അത് നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഒരു സബ്സെറ്റും ഒരു സെറ്റുമായിട്ട്, ഇപ്പോൾ ഒരു സെറ്റ് എടുക്കുന്ന അതിൻ്റെ സബ്സെറ്റുമായിട്ട് യൂണിയൻ എടുത്താൽ ആ വലിയ സെറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമുക്കറിയാം ഈ യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റ്സും എയിലെ എലമെൻറ്റ്സും ഒരുമിച്ച് എഴുതാൻ പറഞ്ഞാൽ എയിലെ എലമെൻറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ലയോ, കാരണം ഇത് സബ്സെറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്കിത് പറയാം യു തന്നെ പറയാം. യു യൂണിയൻ എ എന്ന് പറയുന്നത് എന്ത് പറയാം, യു തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പറഞ്ഞ ഇതാണ് യൂണിയൻ, അതായത് യൂണിവേഴ്സ് സെറ്റും ഒരു സെറ്റുമായിട്ട് യൂണിയൻ എടുത്താൽ യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. നമ്മളിങ്ങനെ പഠിച്ചു കൊടുക്കില്ല എ യൂണിയൻ യു അല്ലെങ്കിൽ യു യൂണിയൻ എ എന്ന് പറഞ്ഞാൽ യു എന്നല്ല മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കണം, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു സെറ്റും യൂണിവേഴ്സ് സെറ്റുമായിട്ട് യൂണിയൻ എടുത്താൽ എന്താണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, അത് യു ആയിരിക്കും. ഇതിൻ്റെ ഏത് ഓപ്പറേഷൻ മെമ്പറാണ് യൂണിയൻ ആവും. അപ്പോൾ നമുക്ക് അതുകൂടെ നോക്കാം. അടുത്ത എ യൂണിയൻ ഫൈ.
എ യൂണിയൻ ഫൈ എന്ന് പറഞ്ഞാൽ എയും ഫൈയും തമ്മിലുള്ള യൂണിയനാണ്. അപ്പം ഇവിടെ ഫൈയിൽ എലമെൻറ്റ്സ് ഇല്ല, അപ്പം യൂണിയനകത്ത് എന്തേ വരത്തുള്ളൂ? എയിലെ എലമെൻറ്റ്സ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയല്ല. അപ്പോൾ ഈ രണ്ടുമാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഇപ്പോൾ ഇത്ര ഓർത്ത് വെച്ചേക്കുക. ഇത് പറയുന്നത് ഒരു സെറ്റ് നമ്മൾ നൾ സെറ്റുമായിട്ട് യൂണിയൻ എടുത്താൽ ആ സെറ്റ് തന്നെ ആയിരിക്കും. ഒരു സെറ്റ് നൾ സെറ്റുമായിട്ട് യൂണിയൻ എടുത്താൽ ആ സെറ്റ് തന്നെ ആയിരിക്കും. ഇവിടെ പറയുന്ന ഒരു സെറ്റും യൂണിവേഴ്സ് സെറ്റുമായിട്ട് യൂണിയൻ എടുത്താൽ യൂണിവേഴ്സ് സെറ്റ് ആയിരിക്കും. ഇതിന് നമ്മൾ ലോ ഓഫ് യു ആൻഡ് ഫൈ ആണ് പറയുന്നത്. ലോ ഓഫ് യു യൂണിവേഴ്സ് സെറ്റ് ആൻഡ് നൾ സെറ്റ് ഫൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ 4 കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത് 2 സെറ്റ് എടുത്ത് നമ്മൾ അല്ലേ തിരിച്ചും മറിച്ച് ചെയ്യുമ്പോൾ ഒരേ ആൻസർ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ 3 സെറ്റ് എടുക്കുന്ന കേസാണ് അസോസിയേറ്റീവ് എന്ന് പറയുന്നത്. അത് 3 സെറ്റും നമ്മൾ ആദ്യത്തെ 2 ഓപ്പറേറ്റ് ചെയ്ത് 3-മതായിട്ട് ചെയ്യുന്നു. പിന്നെയോ 2-മത്തെ 3-മത്തെ ആയിട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യും, ആദ്യത്തെ സെറ്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ 2 സെയിം ആയിട്ട് വരുന്നതിനാണ് അസോസിയേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സെറ്റ് അതിനോട് തന്നെ യൂണിയൻ എടുത്താൽ ആ സെറ്റായിരിക്കും. അതിനെ നമ്മൾ ഐഡംപൊട്ടൻറ്റ് ലോ എന്ന് പറയാം. യൂണിവേഴ്സൽ സെറ്റിനോട് ഒരു സെറ്റ് യൂണിയൻ എടുത്താൽ കിട്ടുന്ന യൂണിവേഴ്സൽ സെറ്റായിരിക്കും. അതുപോലെ ഒരു സെറ്റും 5-ആയിട്ട് യൂണിയൻ എടുത്താൽ ആ സെറ്റായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചു. അപ്പോൾ ഈ 4 കാര്യം ഞാൻ പറഞ്ഞു: കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഐഡംപൊട്ടൻറ്റ് ലോ, ലോ ഓഫ് യു ആൻഡ് ഫൈ. നമ്മൾ ഇതിനെല്ലാം പറയുന്ന പേരാണ് പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ എന്ന് പറയും. ഇതെല്ലാം യൂണിയൻ്റെ പ്രോപ്പർട്ടീസാണ്. അതാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്, പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ, അതിനെ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയാം. എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി, അതിനെ അസോസിയേറ്റീവ് ലോ എന്ന് പറയാം. എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ, ലോ ഓഫ് ഐഡൻറ്റിറ്റി എന്ന് നമുക്ക് പറയാം. അതുപോലെ ഫൈ ഈസ് ദ ഐഡൻറ്റിറ്റി ഓഫ് യു എന്നും പറയാം. അതുപോലെ എ യൂണിയൻ എ ഈസ് ഈക്വൽ ടു എ എന്നും പറയാം, ഐഡംപൊട്ടൻറ്റ് ലോ എന്ന് പറയാം. എ യൂണിയൻ എ യു യൂണിയൻ എ ഈസ് ഈക്വൽ ടു യു എന്ന് പറയാം, ലോ ഓഫ് യു എന്ന് പറയാം. ഇത് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ലോ ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ലോ ഓഫ് യു എന്ന് പറഞ്ഞാലും ഫൈ എന്ന് പറഞ്ഞാലും മതി. ഫൈ എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് യു ആണ് എന്നൊക്കെ നമ്മൾ പറയും. ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്പേഴ്സ് എടുക്കുക. ഇപ്പം 1 അത് നമ്മൾ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എടുക്കുന്നു. അപ്പോൾ ഏതൊരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്താൽ അത് ആ നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കും. ആ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ 1 + 0, 2 + 0, 3 + 0, 5 + 0 എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? ആ 1ഉം 2ഉം 3ഉം തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സെറ്റ് 5-ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? എ കിട്ടുകയാണെങ്കിൽ ഈ 5-യെ നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയും. ഐഡൻറ്റിറ്റി, ലോ ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ഓർത്ത് വെച്ചപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതാണ്. നമ്മൾ ഒരു സെറ്റിലെ ഏതൊരു എലമെൻറ്റ് എടുത്തും ഇതിനോ മറ്റൊരു സെറ്റുമായിട്ട്, ഏതാണെന്ന് വെച്ചാൽ 5 ആണ്, 5-ആയിട്ട് നമ്മൾ യൂണിയൻ എടുക്കുമ്പോൾ ആ സെറ്റ് തന്നെ വരികയാണ്. ഇനി ഏതൊരു സെറ്റ് എടുത്തെടുക്കാം, ബി യൂണിയൻ 5, സി യൂണിയൻ 5, ഡി യൂണിയൻ 5, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ എ ബി സി ഡി മാത്രമേ വരത്തുള്ളൂ. അതിനെയാണ് ലോ ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ പരിഗണിക്കുന്ന ഒരു സെറ്റാണ് 5 എന്ന് പറയുന്നത്. ആ 5 ആണ് നമ്മൾ യുവിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് യൂണിയനും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് പറഞ്ഞത്. നമുക്ക് എഴുതിയെടുക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എക്സാമ്പിളൂടെ കൊടുത്തിട്ടുണ്ട്, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, അതുകൂടെ എഴുതിയെടുക്കുക. അസോസിയേറ്റീവ്, ഐഡംപൊട്ടൻറ്റും എല്ലാം, ലോ ഓഫ് യു എല്ലാം നമ്മളത് എഴുതിയെടുക്കുക. അതുപോലെ അടുത്തൊരു ഇതാണ് ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 4, 2, 4, 6, 8 ആൻഡ് ബി ഈസ് ഈക്വൽ 6, 8 and 12. നമ്മൾ നേരത്തെ കണ്ട ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഞാൻ അടുത്ത പറയാൻ പോയാണ് എനിക്ക് വേണ്ട സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ എലമെൻറ്റ്സ് ഇൻ എ, ബോത്ത് എ ആൻഡ് ബി. സെറ്റ് ഓഫ് ആൾ കോമൺ എലമെൻറ്റ്സ് ഇൻ എ ആൻഡ് ബി. എയിലും ബിയിലും ഉള്ള കോമൺ എലമെൻറ്റ്സ് അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതരുത്. 2, 4, 6, 8, 6, 8 and 12 കോമൺ എലമെൻറ്റ്സ് സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഇതേ എഴുതുന്നത് ഏതാണ്? സെറ്റ് 6, 8 എന്ന് പറയാം. ഇത് നമ്മൾ പഠിക്കുന്ന അടുത്ത ഓപ്പറേഷൻസാണ്. നേരത്തെ സെറ്റിലെ എലമെൻറ്റ്സ് എല്ലാം ഒരുമിച്ച് എഴുതാൻ പോകും. ഇപ്പം അങ്ങനെയല്ല. ദ കോമൺ എലമെൻറ്റ്സ് ഇൻ എ ആൻഡ് ബി, എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ് എഴുതാൻ പറഞ്ഞാൽ നമുക്കത് ഇതേപോലെ എഴുതാം. ശരിയല്ലയോ? എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഇതപ്പം രണ്ടാമത്തെ ഓപ്പറേഷൻ ആക്കി എടുത്തുകൂടായോ? എടുക്കാം. ആ രണ്ടാമത്തെ ഓപ്പറേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്സ് എന്ന് പറയാം. ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറയാം. ഇപ്പോൾ 2 സെറ്റാണെങ്കിൽ 2 സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ പറയാം.
അപ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കണമെങ്കിൽ മിനിമം 2 സെറ്റ് വേണം. അപ്പോൾ അതിൻ്റെ സിമ്പിളാണ് നമ്മൾ നേരത്തെ കണ്ട യു എന്ന് പറഞ്ഞതിനെ തിരിച്ചിടുന്നതാണ് ഇവിടുത്തെ അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്? വളരെ എളുപ്പമാണ്. എയും ബി രണ്ട് സെറ്റ് ആയാൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ കോമൺ എലമെൻറ്റ്സ് ഇൻ എ ആൻഡ് ബി. ക്ലിയർ? എയിലും ബിയിലും വരുന്ന കോമൺ എലമെൻറ്റ്സ്. അപ്പോൾ ഞാൻ എയും, അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് ഡിനോട്ട് ചെയ്യാം. ഈ എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റ്സിന് എന്തെങ്കിലും പ്രത്യേകത കാണും. നമ്മൾ യൂണിയനകത്ത് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത പറഞ്ഞു. യൂണിയനെ എലമെൻറ്റ്സ് ഒന്നെങ്കിൽ എയിൽ അല്ലെങ്കിൽ ബിയിൽ കാണുമെന്ന് പറഞ്ഞു. ഇവിടെ അതേപോലെ എങ്ങനെ പറയാം? ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അത് എയിലും അതുപോലെ ബിയിലും കാണും. എ ആൻഡ് ബിയിലാണ്. എയിലും ബിയിലും വരും. അല്ല എയിൽ മാത്രം വരുമോ, അല്ലെങ്കിൽ ബിയിൽ മാത്രമാണ് വരുന്നതല്ല. എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റ്സ് എടുക്കുമ്പോൾ നമുക്കത് എയിലും ബിയിലും വരും. അപ്പോൾ അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം അപ്പോൾ എങ്ങനെ പറയാം? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ പറയാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഉണ്ടോ? ആൻഡ് വന്നാൽ ഇൻ്റർസെക്ഷനും ഓർ വന്നാൽ യൂണിയനും ആണെന്ന് മനസ്സിലാക്കി വെച്ചോണം. ഉണ്ടോ? ആൻഡ് എന്ന് പറഞ്ഞാൽ അത് രണ്ടിലും വരുമോ, എ ആൻഡ് ബി. അതിനാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. എൻ്റെ സെറ്റ് ബിൽഡർ ഫോം എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി എന്ന് പറയാം. എന്നുവെച്ചാൽ എക്സ് എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും വേണം. ആൻഡിൻ്റെ അർത്ഥം നമുക്കറിയാം, എയിലും ബിയിലും വേണം. അങ്ങനെയാണ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇതിൻ്റെ വെൻ ഡയഗ്രം നോക്കാം. നമ്മൾ യു എടുക്കുന്നു, രണ്ട് സെറ്റ് എടുക്കുന്നു. ഇതന്നെ അറിയാം കോമൺ ആയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് നമുക്കറിയാം. ഈ കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ കോമൺ പാർട്ട് എന്ന് പറയുന്നത്. ശരി, ഇത് എയും ബിയും ആണെങ്കിൽ ഇതിൻ്റെ കോമൺ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെയാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇത് മാത്രം ഷെയ്ഡ് ചെയ്താൽ മതി. ഇതിനെ രണ്ട് കളർ കൊടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഈ കോമൺ ആയിട്ട് വരുന്ന ഈ പോർഷനെയാണ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് എന്ന് എഴുതാം. എങ്ങനെയായിരിക്കും നോട്ട് പറയാം? നേരത്തെ പറഞ്ഞോട്ട് രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇതിയോ the intersection of sets A and B is noted by A intersection B and it is the set of all common elements in A and B. set of all common elements in A and B. എയിലും ബിയിലുമുള്ള കോമൺ എലമെൻസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിനെ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി എന്ന് പറയാം. ഇതിൻ്റെ വെൻ ഡയഗ്രം നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായോ? കേട്ടോ, എ ഇൻ്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രം ഇതാണ്. ഈ കോമൺ പോർഷനാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാം. പിന്നെ ഒരു എക്സാമ്പിളാണ് എയും ബി എടുത്തു കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ബി നേരത്തെ കണ്ട എക്സാമ്പിൾ തന്നെയാണ്. ഞാൻ എ ഇൻ്റർസെക്ഷൻ ബി സെറ്റ് 6, 8 എന്ന് പറയാം. അപ്പോൾ ഇത് നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാൻ കാരണം നമ്മൾ നേരത്തെ എടുത്ത നോട്ടിനകത്ത് എഴുതേണ്ട. ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അത് എഴുതേണ്ട, പക്ഷേ ഇതാണ് നോട്ടിൽ എഴുതേണ്ടത്. അടുത്ത നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ പഠിച്ചതുപോലെ ഇവിടെയും പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റർസെക്ഷൻ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞോട്ട് 3 യൂണിയൻ എടുക്കുന്നു, യൂണിവേഴ്സൽ സെറ്റ് എടുക്കുന്നു. എ എന്ന് പറയുന്ന സെറ്റ്, ബി, സി എന്ന് പറയുന്ന 3 സെറ്റ് കൂടെ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുന്നു. എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ്. ശരിയില്ലയോ? അത് നമുക്കിവിടെ നോക്കി 6, 8 എന്ന് പറയാം. അതുപോലെ എയിലെയും ബിയിലെയും എയിലെയും തിരിച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലും ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും സെയിമാണ്. അത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ കോമൺ എലമെൻറ്റ്സ് ഇൻ എ ആൻഡ് ബി. ബി ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ കോമൺ എലമെൻറ്റ്സ് ഇൻ ബി ആൻഡ് എ എന്ന് പറയാം. ഇത് രണ്ട് സെയിം ആണ്. ഇപ്പോൾ നമുക്ക് 6, 8 ആണ്. അപ്പോൾ ഇവിടെ എന്ത് പറയാം? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. അപ്പോൾ ഇത് ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്ന പേരെന്താണ്? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇൻ്റർസെക്ഷനും എന്ത് തന്നെയാണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ നമുക്കിനി അസോസിയേറ്റീവ് നോക്കാം. അത് നേരത്തെ കൂട്ട് എ ഇൻ്റർസെക്ഷൻ ബി. ആ എ ഇൻ്റർസെക്ഷൻ ബി എടുത്തിട്ട് ബി സിയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. അപ്പോൾ ഇത് ബ്രാക്കറ്റിൽ കൊടുക്കുവാണ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് വെച്ചാൽ എ ഇൻ്റർസെക്ഷൻ ബിയിലെയും സിയിലെയും കോമൺ എലമെൻറ്റ്സ്. എ ഇൻ്റർസെക്ഷൻ ബിയിലും സിയിലും കോമൺ എലമെൻറ്റ്സ് 8 ഉള്ളൂ. നമുക്ക് നോക്കി വളരെ എളുപ്പത്തിൽ പറയാവുന്ന കാര്യങ്ങൾ ഇല്ലയോ? അടുത്തത് ബി ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കുക. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് നമുക്ക് നോക്കി പറയാൻ പറ്റും. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് 8, 12 ആണെന്ന് പറയാൻ പറ്റും. അപ്പം ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് 8, 12 ആണ്. ഇനി അത് എയുമായിട്ട് ഞാൻ ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. അപ്പോൾ ഇതിലെ എലമെൻറ്റ്സും എയിലെ എലമെൻറ്റ്സും തമ്മിൽ കോമൺ ആയിട്ട് വരുന്നത് 8 മാത്രമേ വരത്തുള്ളൂ. നമുക്ക് എന്താ പറയാം?
എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു 8 എന്ന് പറയാം. ഇപ്പം നോക്കിക്കോണം, എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നതും എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്കെന്ത് പറയാം, ഇത് അസോസിയേറ്റീവ് ആണെന്ന് പറയാം. പറഞ്ഞുകൂടായോ? അപ്പം നേരത്തെ നമ്മൾ യൂണിയൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഇൻ്റർസെക്ഷനും കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും ആണ്. അടുത്തൊരു കാര്യത്തിലോട്ട് പോകാം. അടുത്ത നമുക്ക് യു എയും എടുക്കുന്നു. നേരത്തെ പറഞ്ഞോട്ട് ഐഡം പൊട്ടൻറ്റിലോ നമുക്ക് നോക്കാം. എ ഇൻ്റർസെക്ഷൻ എയിലെ എലമെൻറ്റ്സ് എ 2 പ്രാവശ്യം എഴുതുക. അതിൽ കോമൺ എലമെൻറ്റ്സ് പറയുന്നത് എയിലെ എലമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുമ്പോൾ എ തന്നെയാണ് എന്ന് പറയാം. ഇതിനെ നമ്മൾ ഐഡം പൊട്ടൻറ്റിലോ എന്ന് പറയാം. ഇല്ലേ, ഒരു സെറ്റ് അതിനോട് തന്നെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ആ സെറ്റ് തന്നെ കിട്ടുന്നു. അതിനെ നമ്മൾ ഐഡം പൊട്ടൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ യുവും എയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. എ എന്ന് പറയുന്നത് യുവിൻ്റെ സബ്സെറ്റ് ആയാൽ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്നത് എ തന്നെ ആയിരിക്കും. നമുക്കറിയാം ഈ 2 സെറ്റിലെയും കോമൺ എലിമെൻറ്റ്സ് എ തന്നെ അല്ലയോ? അതല്ലോ. അപ്പോൾ ഈ പക്ഷേ യൂണിയൻ ആയിരുന്നെങ്കിൽ യു ആണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. യൂണിയനും ഇൻ്റർസെക്ഷൻ നമ്മളെ വ്യത്യാസം മനസ്സിലാക്കുക. നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ എയുമായിട്ട് യൂണിയൻ എടുത്താൽ യു കിട്ടും, ഇൻ്റർസെക്ഷൻ എടുത്താൽ എ കിട്ടും. അപ്പോൾ ഇതിന് അടുത്ത ഫൈ എടുത്താലും എയിലും ഫൈയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഫൈ തന്നെ. അപ്പോൾ ഇവിടെ ഫൈ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, ഫൈ തന്നെ പറയാം. ഫൈ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് പറയാം ഫൈ ആണ്. ശരിയില്ലയോ? അപ്പോൾ ഇതിനെയാണ് ലോ ഓഫ് യു ആൻഡ് ഫൈ എന്ന് പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് പ്രോപ്പർട്ടീസ് ആയിട്ട് എഴുതാമല്ലോ. പ്രോപ്പർട്ടീസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ എന്ത് പറയാം, എ ഇൻ്റർസെക്ഷൻ ബി സി ഒരു ബി ഇൻ്റർസെക്ഷനെ അത് കമ്മ്യൂട്ടേറ്റ് ചെയ്യില്ല. പിന്നെ അസോസിയേറ്റീവ്, അതുപോലെ ലോ ഓഫ് യു ആൻഡ് ഫൈ എന്ന് പറയാം. നമ്മൾ യുവും അതുപോലെ ഒരു സെറ്റുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇനി ഏതൊരു സെറ്റ് എടുത്താൽ യുവിൻ്റെ സബ്സെറ്റുകളാണ് മറ്റൊരു സെറ്റ്. ഇപ്പോൾ യുവിൻ്റെ സബ്സെറ്റുകളായിട്ടുള്ള ഏതൊരു സെറ്റുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുത്താൽ നമുക്കറിയാം എ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് യു ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് യു ആണ്. യുയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് യു തന്നെയാണ് ഏത് കേസിൽ ഇൻ്റർസെക്ഷൻ വരുമ്പോൾ. അത് എക്സ്ട്രാ വരുന്ന കാരണമാണ്, ഞാനിത് പറഞ്ഞിട്ടില്ലായിരുന്നു, എന്നാലും എക്സ്ട്രാ വരുന്ന ഇതിനാണ്. അതായത് ഇൻ്റർസെക്ഷൻ യൂണിയനും ഒരുമിച്ച് വരിക. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. കണ്ടോ? അതായത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ് എങ്കിൽ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുക എ ഇൻ്റർസെക്ഷൻ ബി എ ഇൻ്റർസെക്ഷൻ സി നടുക്ക് യൂണിയൻ കൊടുക്കുക. അടുത്തത് വരുന്നത് ഇതാണ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയാം. ഇത് നമ്മൾ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ഇല്ല എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരിക. അതായത് എ യൂണിയനും ഇൻ്റർസെക്ഷനും ഒരുമിച്ച് വരുന്നതിനാണ് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഇൻ്റർസെക്ഷൻ വരുന്നു, ഇവിടെ ആദ്യം യൂണിയൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയാം. ഇവിടെ അതേപോലെ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഒരു നോട്ടാണ് പറയാൻ പോകുന്നത്. എയും ബിയും 2 സെറ്റും. ഈ 2 സെറ്റിലെ എലമെൻറ്റ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? ഫൈ ആയിരിക്കും. അപ്പോൾ 2 സെറ്റ് നമ്മൾ എടുത്തു, എയും ബിയും 2 അതിലധികം എടുക്കുമ്പോൾ അതിനകത്ത് കോമൺ എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ പറയുന്നത് ഫൈ ആണ്. നമുക്കറിയാം കോമൺ എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ നൾ സെറ്റാണ് വരുന്നത്. അപ്പോൾ ഈ കേസിൽ നൾ സെറ്റാണ്. അപ്പോൾ ഇങ്ങനെ 2 സെറ്റുകൾ എടുത്ത് നമ്മൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റാണ് കിട്ടുന്നെങ്കിൽ ആ സെറ്റുകളെ നമ്മൾ പറയുന്ന പോലെയാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയാം. ഡിസ്ജോയിൻറ്റ്. അപ്പോൾ എന്താണ് ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? ഇഫ് 2 സെറ്റ്സ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് ഇഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ഫൈ. നോട്ടായിട്ട് നമുക്ക് പറയാം ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ് സച്ച് ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ഫൈ ദെൻ എ ആൻഡ് ബി ആർ കോൾഡ് ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയാം. അപ്പോൾ എയും ബിയും ഡിസ്ജോയിൻറ്റ് എയും ബിയും 2 സെറ്റാണ്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ പറയുക ഫൈ ആണെങ്കിൽ നമ്മൾ ആ സെറ്റുകളെ പറയുന്ന പേരാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയാം. ഇവിടെ നമുക്ക് പറയാം ഹിയർ എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്. അതിന് കാരണം എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ഫൈ ആണെന്ന് പറയാം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്, ഇത് നോട്ടായിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചു. ഡിസ്ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ ജോയിൻ അല്ലാത്തത്, അതായത് എയും ബിയും 2 സെറ്റാണെങ്കിൽ അതിനകത്ത് കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ലെങ്കിലാണ് നമ്മൾ
ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെൻ ഡയഗ്രം വരച്ചാൽ ഇപ്പോൾ യുവിനകത്ത് രണ്ട് സർക്കിളായിട്ട് നിൽക്കും. യുവിനകത്ത് ഈ എയും ബിയും സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അത് ഇൻ്റർസെക്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ കോൺസൈഡ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മൂന്നാമത്തെ ഓപ്പറേഷനോട്ട് പോയാൽ 3 ഓപ്പറേഷൻസ് ആണ് നമുക്ക് പറയുന്നത്. യൂണിയൻ, ഇൻ്റർസെക്ഷൻ അടുത്തേക്കും പറയാൻ പോയാണ്. എന്നിട്ട് അതിന് വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്ത് എ എന്ന് പറയുന്നത് AEIOU, ബി എന്ന് പറയുന്നത് AIKU. ഞാനിവിടെ ഈ എയിലെ എലമെൻസിൽ നിന്നും ബിയിലെ എലമെൻറ്റ്സ് കുറയ്ക്കുക എന്ന് പറയുന്നത് എയിലുള്ളതും ബിയിലില്ലാത്തതുമായ എലമെൻസിൻ്റെ സെറ്റ് എഴുതാൻ പോവുകയാണ്. ഏതാ അങ്ങനെ പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്തതും അങ്ങനെ സെറ്റ് എഴുതാൻ പോവുകയാണ്. റൈറ്റ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ വിച്ച് നോട്ട് ഇൻ ബി. അപ്പോൾ നമുക്കറിയാം എ ഇവിടെ ഉണ്ട്, അപ്പോൾ അത് എഴുതാൻ പറ്റില്ല. ഇ ഇവിടെ ഇല്ല, അപ്പോൾ നമ്മുടെ ആ സെറ്റിൽ വരില്ല. ഐ ഇവിടെ ഉണ്ട്, ഓ ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ വരുന്ന ഇയും ഓയും ഒഴിച്ച് ബാക്കി ഒന്നും നമ്മൾ ഈ സെറ്റിനകത്ത് വരത്തില്ല. ഇ ഒ എന്ന് പറയാം. അപ്പോൾ എങ്ങനെ എഴുതിയത്? സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ വിച്ച് നോട്ട് ഇൻ ബി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിഫറൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് A-B എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം A-B ഈക്വൽ സെറ്റ് EO എന്ന് പറയാം. അപ്പോൾ എന്താണ് A-B? അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പറയാം ഡിഫറൻസ് ഓഫ് A ആൻഡ് B എന്ന് പറയാം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A-B എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ വിച്ച് നോട്ട് ഇൻ ബി. ഇനി തിരിച്ചും വരാം, സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ബി വിച്ച് നോട്ട് ഇൻ എ. അതെങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി വിച്ച് നോട്ട് ഇൻ എ. അതെങ്ങനെ എഴുതാം? അതിന് എങ്ങനെ എഴുതി കൂടായും? കെ ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻറ്റ്സും ഇവിടെ ഇല്ലയോ? അപ്പോൾ ഇവിടെ ഉള്ള എലമെൻറ്റ്സിനെ ഒഴിവാക്കണം. ഇപ്പോൾ A-B എന്ന് പറയുകയാണെങ്കിൽ ഈ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഒഴിവാക്കിയിട്ട് എയിലെ ബാക്കിയുള്ള എലമെൻറ്റ്സ് എഴുതാം. B- എന്ന് പറയുമ്പോൾ ബിയിലും എയിലും കോമൺ ആയിട്ട് വരുന്ന ഒഴിവാക്കിയിട്ട് ബിയിലെ എലമെൻറ്റ്സ് എഴുതുക. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻസ് ഓഫ് ബി ആൻഡ് എ എന്ന് പറയാം. ഇതിനെ B- എന്ന് പറയാം. ഇത് രണ്ട് ഈക്വൽ ആണോ നോക്കിയേ? ഇത് രണ്ട് സെറ്റാണ്. A-B കണ്ടുപിടിച്ചപ്പോഴും B- A കണ്ടുപിടിച്ചപ്പോഴും സെയിം ആണോ? അല്ല. ഇങ്ങനെ സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം? പ്രോപ്പർട്ടി സെയിം ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും, സെയിം അല്ലെങ്കിൽ എന്ത് പറയാം? നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയത് A-B എന്ന് പറയുന്നതും B- എന്നും രണ്ടാണ്. പക്ഷെ നമ്മൾ A യൂണിയൻ ബി അല്ലെങ്കിൽ A ഇൻ്റർസെക്ഷൻ ബി എന്നൊക്കെ പറയുന്നത് തിരിച്ചെടുത്താലും അത് തന്നെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. A-B ആയും B-A ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാനും പറ്റത്തില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നവർക്ക് വെച്ചേക്കുക. ഒന്നുകൂടെ എൻ്റെ നോട്ട് കൂടി പറയാം. നോട്ട് പറയാണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. The difference of sets A and B is a set of all elements which belongs to A but not in B, and it is noted by A minus B എന്ന് പറയാം. നേരത്തെ പറഞ്ഞ തന്നെ നോട്ടായിട്ട് പറയും. അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം പറയുമ്പോൾ ഇങ്ങനെ പറയാം: A minus B equal to set of all x such that x belongs to A ആണ് and x does not belongs to B ആണ്. കണ്ടോ? എയിൽ കാണാം, ബിയിലില്ല. അങ്ങനെയാണ് നമ്മളെന്താ പറയുക? A minus B എന്ന് പറയാം. അതുപോലെ B minus പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ x such that x belongs to B and x does not belongs to A എന്ന് പറയാം. അതാണ് B- ബിയിലെ എലമെൻറ്റ്സ്. പക്ഷേ ഇവിടെ കാണുന്നത് എയിൽ. A-B എന്ന് പറയുന്നത് ബിയിലില്ലാത്ത എയിലെ എലമെൻറ്റ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ A-B എന്ന് പറയാം. B- എന്ന് പറയുമ്പോൾ എയിലില്ലാത്ത ബിയിലെ എലമെൻറ്റ്സിൻ്റെ സെറ്റ്. ഇതാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ വെൻ ഡയഗ്രം ഇങ്ങനെ പറയാം. ഇതാണ് വെൻ ഡയഗ്രം വരുന്നത്. അപ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് ഇൻ്റർസെക്ഷൻ ആണ്. A-B എന്ന് പറയുമ്പോൾ ബി എ വരരുത്. ഇവിടെ ബി വരുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇതാണ് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നത് മാത്രമാണ് A-B എന്ന് പറയുന്നത്. അതുപോലെ B- എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നത് മാത്രം. ഈ ഇൻ്റർസെക്ഷൻ വരത്തില്ല. ഈ ഇൻ്റർസെക്ഷൻ ഒഴിച്ച് ബാക്കി വരുന്ന ഇത്രയും ഭാഗത്തെയാണ് A-B- എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. വേറൊരു എക്സാമ്പിളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇവിടെ നമുക്ക് പറയാം ഡിഫറൻസ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് ഈ പ്രോപ്പർട്ടീസായിട്ട് പഠിക്കുന്നത് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ അസൈൻമെൻ്റാണ്, അത് നിങ്ങൾ ചെയ്തു നോക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ തന്നെയാണ്. ഞാൻ പ്രോബ്ലം ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം ഞാനവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, യൂണിയൻ്റെയും ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ പ്രോബ്ലം ബോർഡാണ് അത് കണ്ടുപിടിച്ചത്. അത് അറിഞ്ഞാൽ തന്നെ ഇത് തന്നെ നമുക്ക് എല്ലാം ചെയ്യാവുന്ന കാര്യമാണ്.
അപ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. ബ്രാക്കറ്റ് ഉള്ളത് ആദ്യം കണ്ടുപിടിക്കുക, അതിനുശേഷം പുറത്തുള്ളതായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. അടുത്ത അതിൻ്റെ 2 പേജുണ്ട്, അത് രണ്ടും നോക്കുക. അത് സംശയം വരുന്ന കേസൊന്നുമില്ല, ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ ഡിസ്ജോയിൻ്റ് ആണോ നോക്കാൻ വേണ്ടിയാണ്, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓപ്പറേഷണൽ സെറ്റ്സ് 3 എണ്ണമാണ് പറഞ്ഞ: യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്. പിന്നെ യൂണിയൻ്റെയും ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടീസുമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.